ഇറാനുമായുള്ള യുദ്ധം ഉടൻ അവസാനിക്കുമെന്നാണ് വിശ്വാസമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചില ആയുധങ്ങളുടെ ശേഖരം പരിമിതമാണെന്നും ട്രംപ് സമ്മതിച്ചു. I think it's going to end pretty soon. I don't think they can go much longer. Yeah, I think we're doing very well. I'm involved in the negotiation. I think we're doing fine. It could be soon. Yeah, I built up so much during my term. I rebuilt the military and also loaded it up with a lot of stuff. We have certain types of munitions that are very powerful, that we have virtual unlimited supply. We have others where it's a little bit tighter, and we're getting them in on a daily basis. As you know, our defense companies are building more plants right now than at any point in history. They're building plants for the Patriots, for the Tomahawks, for everything. 60 ദിവസത്തേക്ക് ഹോർമുസ് കടലിടുക്ക് താത്കാലികമായി തുറക്കുന്നത് ഉടൻ നിലവിൽ വരുമെന്ന് സൗദി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഹോർമുസിൽ ഫീസ് പിരിക്കാനുള്ള നീക്കം പ്രായോഗികമല്ലെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഹോർമുസിൽ അമേരിക്കയും ഇസ്രായേലിനെയും വിലക്കി നിയന്ത്രണം കടുപ്പിക്കാനുള്ള കരട് ബില്ലിൽ ഇറാൻ പാർലമെന്റിൽ ചർച്ച തുടങ്ങിയിട്ടുമുണ്ട്. നയതന്ത്ര ശ്രമങ്ങൾ തുടരുമ്പോൾ യമനിലെ ഹൂതി വിമതർ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ 18 സൈനികർ കൊല്ലപ്പെട്ടെന്ന് യമൻ അറിയിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളുമായി കാർത്തിക്കാണ് നമ്മളുമായി ചേരുന്നത്. കാർത്തിക്, ട്രംപിന്റെ ഒരു പ്രതികരണത്തിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സറ, ഇറാനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഓവൽ ഓഫീസിൽ ട്രംപ് മണിക്കൂറുകൾക്ക് മുൻപ് നടത്തിയ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. എല്ലാം ഉടൻ അവസാനിക്കും, നല്ല രീതിയിൽ അവസാനിക്കും, കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്, ഈ പ്രതിസന്ധി അധികം തുടരില്ല എന്നാണ് ട്രംപ് പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത്. അതായത് ഹോർമൂസ് താൽക്കാലികമായി തുറക്കാനുള്ള ധാരണയിലേക്ക് ഉടൻ എത്തും എന്ന സൂചന തന്നെയാണ് ഇന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിഴലിക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊപ്പം അമേരിക്ക ഈ യുദ്ധത്തിൽ ആയുധശേഖരത്തിൽ അവർക്ക് വലിയ രീതിയിലുള്ള കുറവ് വന്നു എന്ന കഴിഞ്ഞ ദിവസം CNN റിപ്പോർട്ട് ചെയ്തിരുന്നു. 80% ഇൻ്റർസെപ്റ്ററുകൾ കുറവുണ്ടായി എന്നായിരുന്നു റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം നിഷേധിക്കുന്നു എങ്കിലും, അതായത് നിലവിൽ അത്തരത്തിൽ ആയുധശേഖരത്തിൽ കുറവില്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ കൂടിയും മറ്റ് ചില കാര്യങ്ങൾ ട്രംപ് ഈ വാർത്താസമ്മേളനത്തിൽ സ്ഥിരീകരിക്കുന്നു എന്നതാണ്. ആയുധശേഖരം കുറഞ്ഞു എന്ന് സമ്മതിക്കുന്നതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രതിരോധ കമ്പനികൾ കൂടുതൽ മിസൈലുകൾ നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ട്രംപ് സ്ഥിരീകരിക്കുന്നു. അതായത് പാട്രിയോട്ട് ടോമോഹാക്ക് മിസൈലുകൾ അത് നിർമ്മിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ട്രംപ് തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതാണ് ട്രംപിൻ്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട വാർത്ത. മറ്റൊന്ന് ഹോർമൂസ് കടലെടുക്കുമായി ബന്ധപ്പെട്ടാണ്. ഹോർമൂസ് താൽക്കാലികമായി തുറക്കാൻ ഇറാനും ഒമാനും തമ്മിൽ കരാറിലെത്തി എന്ന് കഴിഞ്ഞ ദിവസം തന്നെ സ്ഥിരീകരണം ഉണ്ടായിരുന്നു. പക്ഷേ വ്യവസ്ഥകൾ വിശദമായി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പ്രസ്താവന അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഹോർമൂസിലൂടെയുള്ള പ്രവേശനവും അകത്തേക്കും പുറത്തേക്കും അത് ക്രമീകരിക്കുന്ന തരത്തിലാണ് ഈ വ്യവസ്ഥകൾ ഉള്ളത്. എന്തായാലും വ്യവസ്ഥകളുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 60 ദിവസത്തേക്കുള്ള താൽക്കാലിക ക്രമീകരണമാകും ഒരുങ്ങുക. എന്തായാലും ചരക്ക് കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെ ഗതാഗതം സുഗമമാക്കാനുള്ള താൽക്കാലിക ക്രമീകരണം ഉടൻ ഒരുങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ആഗോളതലത്തിൽ ചർച്ചയായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹോർമൂസ് കടലിടുക്കിൽ ഫീസ് പിരിക്കാൻ ഇറാൻ നീക്കം നടത്തുന്നു എന്ന വാർത്തകളാണ്. 7% വരെ ഫീസ് ഈടാക്കാനുള്ള ഇറാൻ്റെ നീക്കങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ഇത് പ്രായോഗികമല്ല എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നതും. അതായത് ഇത്തരത്തിൽ പിരിക്കുമ്പോൾ ഇറാന് വലിയ തോതിലുള്ള വരുമാനമുണ്ടാകും, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ബിസിനസ് നടത്തുന്ന കമ്പനികൾക്ക് വലിയ തോതിലുള്ള നഷ്ടം ഉണ്ടാകും എന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. എന്തായാലും അത്തരം വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. 60 ദിവസത്തേക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് അതൊക്കെ. എങ്കിൽ കൂടിയും ഇറാൻ പാർലമെൻറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. അതായത് ഒരു കരട് ബില്ല്, ഹോർമൂസിൻ്റെ പരമാധികാരം ഇറാൻ ഏറ്റെടുത്തുകൊണ്ട് അവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കരട് ബില്ലിൽ ഇറാൻ പാർലമെൻറ്റിൽ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. അതിൽ ശ്രദ്ധേയമായ ചില വ്യവസ്ഥകൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചുണ്ട്. അതായത് ശത്രുപക്ഷത്തുള്ള രാജ്യങ്ങളായ അമേരിക്ക, ഇസ്രയേൽ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അവിടെ ആ കപ്പൽ ഗതാഗത പാതയിൽ വിലക്കേർപ്പെടുത്തുന്നത് അടക്കമുള്ള വ്യവസ്ഥകൾ ഉണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അക്കാര്യങ്ങളിൽ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും നയതന്ത്ര ശ്രമങ്ങൾ ഒരു വശത്ത് സജീവമായി തുടരുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചർച്ച അന്തിമഘട്ടത്തിലാണ്. ഇറാന്റെ പരമോന്നത നേതാവിൻ്റെ അനുമതി കൂടി ലഭിക്കുന്നതോടെ ഈ വ്യവസ്ഥകൾ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പ്രസ്താവന പുറത്തുവരികയും ചെയ്യും. മറ്റൊന്ന്, നയതന്ത്ര ശ്രമങ്ങൾ ഒരു വശത്ത് സജീവമായി തുടരുമ്പോഴും യമനിലടക്കം ഇറാൻ
ഇറാനെ പിന്തുണയ്ക്കുന്ന ഹൂതികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ അത് ശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ രാത്രിയിലും ശക്തമായ ആക്രമണം ഹൂതികൾ യമൻ സൈന്യത്തിന് നേരെ നടത്തി. ഏതാണ്ട് 18ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് യമൻ സൈന്യം തന്നെ സ്ഥിരീകരിക്കുന്നത്. ഇത് സൗദിയെ ലക്ഷ്യമാക്കിയുള്ള ഹൂതി വിമതരുടെ നീക്കങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ സൗദി അറേബ്യ തന്നെ മുൻകൈയെടുത്ത് 14 രാജ്യങ്ങളെ ഉൾപ്പെടുത്തി ചെങ്കടലിലും അതോടൊപ്പം തന്നെ അവർ നിലനിൽക്കുന്ന ബാബൽ മന്ദബിലടക്കം അവധി വഴി കടന്നു പോകുന്ന കപ്പലുകൾക്കടക്കം സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഒരു നാവിക പ്രതിരോധ സഖ്യത്തിന് രൂപം നൽകി. കാർത്തിക്കാണ് നമ്മുടെ ന്യൂസ് ഡെസ്കിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. എന്തായാലും ഹോർമുസ് കടലിടുക്ക് താത്കാലികമായി തുറക്കും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനും സാധിക്കുന്നത്.